എന്നതായാലും നിങ്ങളുടെ ഈ തീരുമാനം അങ്ങേറ്റം നന്നായിന്നേ ഞാൻ പറയൂ. ഒരുപാട് പ്രാരാബ്ധമുള്ളൊരു കുടുംബമാ. ചെത്തിമറ്റത്ത് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാവുന്നു എന്ന് പറയുമ്പോ ആ കുടുംബം രക്ഷപ്പെടുന്നതിന് തുല്യാത്. ഞാനായിട്ട് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത് അങ്ങനെ ഒന്ന് കേട്ടതിന് ഞെട്ടല്ല ആളിപ്പോ. ഏതായാലും നിങ്ങളൊന്ന് സംസാരിക്കേ. ബാക്കിയൊക്കെ കർത്താവിന്റെ ഇംഗിതം പോലെ നടക്കട്ടെ. ആ വന്നു എന്നാ തോന്നുന്നത്. ആ കേറി വാ എലിക്കൊച്ചേ. കേട്ടോ മേരി, എലിക്കൊച്ചേന്ന് വിളിക്കുന്ന ഇവൾക്ക് വലിയ കെറുവാ. ഇവളുടെ അപ്പൻ കൊച്ചൗതയിട്ട പേരാ. ആ പേര് ഞങ്ങള് പരിഷ്കരിച്ച ആലീസ് എന്നാക്കിയത്. അല്ലയോടി, നീ ഇങ്ങോട്ട് ഇരിക്കേ. ആ ദേ ഇരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ. എനിക്ക് അപ്പുറത്തെ ശകലം പണിയുണ്ട്. ശരി മോളെ. മോളെ ഇങ്ങോട്ടിരി. വേണ്ട, ഞാനിവിടെ. എന്നാ പിന്നെ വയ്യായാലും നമുക്ക്. അയ്യോ വേണ്ട, ഞാൻ എന്നാ ഇരി. ഞങ്ങളോടും ദേഷ്യാണോ? ഏയ് ഇല്ല. മുനിസിപ്പൽ ഓഫീസിലെ ജോലി കിട്ടിയെന്ന് കേട്ടു. നേരത്തെ എഴുതിയ ടെസ്റ്റാ. ഇപ്പോഴാ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് എ ആയിട്ട്. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ട്. അച്ഛൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലേ? പാവ, വെറും പാവ. അങ്ങനെ വെറും പാവായതുകൊണ്ട് കുറെ ദോഷങ്ങളും ഉണ്ട് അവന്. മോള് കുറെ അനുഭവിച്ചു അല്ലേ? മോളെ, ഞങ്ങൾക്കറിയാം ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടുപെടുന്ന ഒരു പെണ്ണിന്റെ വേവല്. ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാവുക? അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത്. ചെത്തിമറ്റത്തെ മരുമോളായിട്ട് നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങളുടെ സ്വർണ്ണപ്പല്ലൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. പെട്ടെന്നൊരു ഉത്തരം മോള് പറയണ്ട. അവനറിയാതെ മോള് അവനെ ഒന്നറിയാൻ ശ്രമിക്കേ. അമ്മച്ചിമാര് പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മോള് സമ്മതിച്ചാൽ മതി. എനിക്ക് കുറച്ച് സമയം വേണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അനിയത്തിമാരുടെ പഠിപ്പ്, അവരുടെ ജീവിതം. അത് കഴിഞ്ഞ് മാത്രമേ ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുന്നുള്ളൂ. മനസ്സുകൊണ്ട് മോക്കിഷ്ടക്കേടുണ്ടോ ഈ ആലോചനയോട്? അവനോട്? ഇല്ല. മതി, അത് മതി. എനിക്കിട്ടൊന്ന് ചാമ്പി എന്റെ കടയിലിട്ട് രാത്രിക്ക് രാത്രി നിന്റെ കൈയും കാലും വെട്ടി ചെത്തിമറ്റത്ത് തള്ളമാർക്ക് മുമ്പിൽ കാണിവെക്കാൻ തുനിഞ്ഞിറങ്ങിയതാ ഞാൻ. അപ്പനാ പറഞ്ഞത് വെട്ടിക്കോ, അത് നേരം നോക്കി വേണോന്ന് അപ്പം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ നേരം ഇന്നങ്ങ് കുറിച്ചു. നാളെ ഉത്രട്ടാതി വള്ളംകളി. ചെത്തിമറ്റത്തെ ചുണ്ടൻ വെള്ളം നാളെ നീറ്റിലിറങ്ങുമ്പോ അമരത്ത് നിന്ന് പങ്കായം പിടിക്കേണ്ട CP സാറിന്റെ വലം കൈ ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് പിഴുതെടുക്കാനാ? എടാ ജോണിക്കുട്ടി, ഇതാടാ നിന്റെയൊക്കെ കുഴപ്പം. നീയും നിന്റെ അപ്പനും ഇപ്പോഴും ആ പഴയ സിലബസേ നിന്നാ കളിക്കുന്നത്. എടാ ചെക്ക, അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പറയടാ, അല്ലെങ്കിൽ
പുതിയ കാലത്ത് പിടിച്ചു നിൽക്കാൻ ഒക്കുകയല്ല, പ്രത്യേകിച്ച് CP ആയിട്ട് മുട്ടുമ്പോ. മക്കള് കേട്ടിട്ടില്ലയോ, ലേൺ വിത്ത് എ ലീഡർ ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. കഴിഞ്ഞു. പുന്നാരമോന്റെ ബാഡി ഞാനങ്ങ് കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തയക്കുന്നുണ്ട്. കുഴി വെട്ടണോ കുഴി തോണ്ടണോന്ന് അപ്പം തന്നെ അങ്ങ് തീരുമാനിക്കും. പിന്നെ നിനക്കുള്ളത് അത് ഞാൻ നിന്റെ കടവത്ത് വന്ന് വിളമ്പിത്തരാം, നാളെ കളി കഴിഞ്ഞിട്ട്. എന്താടാ ഇത് അകത്തൊന്നും ലൈറ്റ് ഇടാതെ? അമ്മച്ചിമാരോടെ എന്താടാ? മോനിത് എവിടെയായിരുന്നു? വിളിച്ചിട്ട് കിട്ടിയതുമില്ലല്ലോ. എന്താ അത് പിന്നെ അല്ല, ഒരു 7 മണിയായപ്പോ ഞങ്ങൾ ഈ തോരണം കെട്ടിക്കൊണ്ടിരിക്കായിരുന്നേ. അപ്പോ അമ്മച്ചിമാരോട് കറിയാക്കി ഒരു കൂട്ടം പറയാറുണ്ടേ. എന്തോ പിള്ളേ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ കറിയാച്ചൻ വന്ന പോലെ തന്നെ ഇറങ്ങിപ്പോയി. കറിയാച്ചൻ പോയതും അകത്തെ മുറി കയറി കഥ കടച്ചത് അമ്മച്ചിമാര്.